സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന CPM ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. തുടക്കം തന്നെ ഒരു കാര്യം പറയട്ടെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റുകളായി രേഖപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഇതൊരു പൊളിറ്റിക്കൽ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതായതുകൊണ്ട് തന്നെ നിങ്ങളെ കൂടി കേട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. വ്യത്യസ്ത അഭിപ്രായമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും അഭിപ്രായത്തിന് പ്രാധാന്യങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാത്ത ആംഗിളുകൾ പോലും നിങ്ങൾക്ക് ഉണ്ടാകാം ഓരോ വിഷയത്തിലും. അതുകൊണ്ട് കൂടിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, മറ്റു സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. തീർച്ചയായും സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് CPM കടക്കുന്നു എന്നുള്ളതാണ് EP ജയരാജൻ വിവാദവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സമാനതകളില്ലാത്ത പ്രതിസന്ധി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് തോന്നിയേക്കാം, മുൻപ് പലപ്പോഴായി CPM പല പ്രതിസന്ധികളിലും അകപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ പല ഗ്രൂപ്പിസത്തിൽപ്പെട്ട പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. VS-ഉം പിണറായിയും തമ്മിലുള്ള വലിയ വിഭാഗീയത പാർട്ടിക്ക് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് വിവാദം പോലെ CPM-നെ നയിക്കുന്ന അതിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന മുഖ്യമന്ത്രിയും കൂടിയായി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നമ്മൾ കുറേ കേട്ടിട്ടുള്ളതാണ്. പിണറായി വിജയൻ്റെ ക്രെഡിബിലിറ്റി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന പലതരത്തിലുള്ള സംഭവവികാസങ്ങളും ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ മാസപ്പടി വിവാദം പോലെ പിണറായിയുടെ കുടുംബത്തിന് വേണ്ടിയാണോ ഈ പാർട്ടി നിൽക്കുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങളെല്ലാം പൊതുസമൂഹം ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ CPM-നെ എതിർക്കുന്നവരുടെ അല്ലെങ്കിൽ CPM രാഷ്ട്രീയത്തിൽ വിവാദങ്ങൾ ഒരു തുടർച്ചയാണ്. അത് വിവാദങ്ങൾ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതാണ്, എതിരാളികൾ ഉണ്ടാക്കുന്നതാണ്, വർഗശത്രുക്കൾ ഉണ്ടാക്കുന്നതാണ് എന്നൊക്കെയുള്ള വാദം കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ CPM ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ ഉണ്ടായിരിക്കുന്ന വിവാദം സമാനതകളില്ലാത്തതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് EP ജയരാജൻ വിഷയം ഇത്ര ഒരു വലിയ കോളിളക്കം CPM രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചാൽ, ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മുന്നിൽ ഉണ്ടാകുന്ന ഒരു സത്യസന്ധത എന്ന വിഷയമുണ്ടല്ലോ. ആ സത്യസന്ധത നഷ്ടപ്പെട്ടാൽ പിന്നെ ആ രാഷ്ട്രീയ പാർട്ടിക്ക് കാര്യമായി മുന്നോട്ട് പോക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ്. വാക്കും പ്രവൃത്തിയും തമ്മിൽ അന്തരമുണ്ടായാൽ അത് വലിയ പ്രതിസന്ധിയിലേക്കായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, രാഷ്ട്രീയ നേതാക്കളുടെ വാക്കിനും പ്രവൃത്തിക്കും തമ്മിൽ എവിടെയാണ് ബന്ധമുള്ളത്? പക്ഷേ ഏറ്റവും തീവ്രമായ വിഷയത്തിൽ ഒരു അന്തരം സംഭവിച്ചാൽ അത് ജനം പൊറുക്കില്ല എന്നതാണ് വസ്തുത. ഇവിടെ EP ജയരാജൻ വിഷയത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണ്. EP ജയരാജൻ BJP-യിലേക്ക് ചേക്കേറാൻ പോകുന്നു എന്നതായിരുന്നു വാർത്തകൾ. അത് ദല്ലാൽ നന്ദകുമാർ, ശോഭാ സുരേന്ദ്രൻ എന്നീ രണ്ടുപേർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മതം, അതായത് ഈ പ്രകാശ് ജാവദേക്കറിനെ കണ്ടു എന്നത് ഉറപ്പിക്കുന്നത് EP ജയരാജനാണ്. മാത്രമല്ല EP ജയരാജനെ ഫലത്തിൽ EP ജയരാജൻ അങ്ങനെ പോയിട്ടുണ്ട്, അത്തരം കൂട്ടുകെട്ടുകളുണ്ട്, അത് തെറ്റാണ് എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതായത് ഈ ആരോപണങ്ങൾക്കെല്ലാം BJP-യിലേക്ക് പോയോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത്തരം ചർച്ചകൾ, രഹസ്യ നീക്കങ്ങൾ, രഹസ്യ കൂടിക്കാഴ്ചകൾ ഇപ്പോൾ പ്രകാശ് ജാവദേക്കറിനെ പോലെ ഒരാളുമായി EP ജയരാജൻ നടത്തി എന്നത് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെ ഫലത്തിൽ ഏതാണ്ട് ഇത്തരം കാര്യങ്ങളെ സ്ഥിരീകരിക്കുന്നു. ഇപ്പോൾ പ്രകാശ് ജാവദേക്കറിനെ കണ്ടതിൽ കുറ്റമില്ല എന്ന് പിണറായി ന്യായീകരിക്കുന്നുണ്ടെങ്കിലും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുക, റീഡ് ചെയ്യുക, ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം BJP വിരുദ്ധതയാണ് കേരളത്തിലെ ഇടത് വലതു മുന്നണികളുടെ പ്രവർത്തന ഊർജം എന്ന് നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും കണ്ടിട്ടുള്ളതാണ്. കാരണം എന്താണ്? കേരളത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളതാണ്, അതുവഴി വിജയമുണ്ടാക്കുക എന്നുള്ള ഒറ്റ അജണ്ടയിലാണ് ഇടത് വലത് മുന്നണികൾ LDF-ഉം UDF-ഉം അവരുടെ പ്രചരണം നയിക്കാറുള്ളത്. കാലങ്ങളായി ഈ ന്യൂനപക്ഷങ്ങളെ തൃപ്തിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു ഓളമുണ്ടാക്കി അവരുടെ വോട്ടുകൾ സമാഹരിച്ചെടുക്കാനുള്ള നീക്കമാണ് പരമ്പരാഗതമായി നടന്നു വരാറുള്ളത്. അത് ഇതിൽ ഇടത് വലത് മുന്നണികളിൽ ആരും പിന്നോട്ടല്ല എന്നുകൂടി നമ്മൾ കാലങ്ങളായി തെരഞ്ഞെടുപ്പ് കാലത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടുത്തെ വികസനമൊന്നും ചർച്ചയാകില്ല.
ഫലത്തിൽ BJP യെയാണ് അവർ എതിർക്കുന്നത് എന്ന് പറയുകയും BJP ഏറ്റവും നന്നായി ആരാണ് എതിർക്കുന്നത്, അവർക്ക് ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടും എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ പാറ്റേൺ സംഭവിക്കാറുള്ളത്. അങ്ങനെ BJP യെ കാലങ്ങളായി BJP ആണ് ഫലത്തിൽ കേരളത്തിലെ രണ്ട് മുന്നണികളെയും മുന്നോട്ട് നയിക്കാനുള്ള പ്രവർത്തനം. അതല്ലാതെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ വിഷയമോ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു സമയത്ത് പറയാറുണ്ട്. ഇപ്പോൾ കോവിഡിന് ശേഷം രണ്ടാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് അതവർക്കൊരു ഊർജ്ജമായിരുന്നു എന്നത് നമ്മൾ മറച്ചു വെച്ചുകൂടാ. പക്ഷേ പൊതുവെ എല്ലാ തെരഞ്ഞെടുപ്പിലും രാജ്യത്ത് വളർന്നു വരുന്ന വർഗീയ ശക്തി BJP അധികാരത്തിലെത്തിയാൽ ഇനി ഇന്ത്യയില്ല, ഇത്തവണ ഇടതുപക്ഷത്തിൻ്റെ ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്നതായിരുന്നു ക്യാമ്പയിൻ. അങ്ങനെ ഓരോ വിഷയങ്ങൾ കൊണ്ടുവന്ന് BJP ഭയമുണ്ടാക്കി അതുവഴി ന്യൂനപക്ഷങ്ങളെ ആകർഷിച്ച് ആ വോട്ടുകൾ സമാഹരിച്ച് ജയിക്കുക എന്നുള്ളതായിരുന്നു സ്ട്രാറ്റജി. അത് നിങ്ങൾ വളരെ നിഷ്പക്ഷമായൊന്ന് വിലയിരുത്തിയാൽ മനസ്സിലാകാവുന്നതാണ്. ഇപ്പോൾ BJP കേരളത്തിലില്ലെങ്കിൽ പിന്നെ ഇവരെന്തു പറയും എന്നുള്ള സംശയം പോലും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ BJP ഏറ്റവും മിടുക്കനായി 2021 അല്ലെങ്കിൽ 2016 ഒക്കെ പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാനായി പരമാവധി അവരോട് ചേർന്ന് നിൽക്കുകയും സംഘപരിവാറിൻ്റെ ഫലത്തിൽ എതിർക്കുന്നു. കോൺഗ്രസ്, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണെന്ന് പറയുന്നു. ഇടതുപക്ഷത്തിന് മാത്രമേ ഇന്ത്യയിൽ BJP എതിർക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പല പല വാദങ്ങളും അവർ ഉയർത്തുന്നു. പക്ഷേ കോൺഗ്രസ് തിരിച്ചു പറയുന്നത് ഞങ്ങളാണ് ഇന്ത്യ മുഴുവനുള്ളത്, ഞങ്ങൾക്ക് 30% വോട്ടുകൾ തോൽക്കുന്ന സ്ഥലത്തുമുണ്ട്, അതുകൊണ്ട് ഞങ്ങളുണ്ടെങ്കിലേ അവരെ എതിർക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ കോൺഗ്രസ് പറയുമ്പോൾ അവരുടെ വാദങ്ങൾ ദുർബലമാകുകയായിരുന്നു. കാരണം എല്ലാ ദിവസവും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഓരോ ദിവസവും കോൺഗ്രസിൻ്റെ പല പ്രധാനപ്പെട്ട നേതാക്കളും BJPയിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഈ വാദത്തിന് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ഇടതുവാദത്തിന് ഒരു ക്രെഡിബിലിറ്റി വന്നിരുന്നത് എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത്. കാരണം ഇടതുപക്ഷത്ത് നിന്ന് കേരളത്തിൽ നിന്നെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഏറ്റവും ശക്തമായി BJPയും സംഘപരിവാറിനെയും എതിർത്തിരുന്നത് ഈ CPM ആണ് എന്ന കുറേ കാലമായി. അതുകൊണ്ട് തന്നെ മുസ്ലിം വോട്ടുകളൊക്കെ കാര്യമായി ഇടതുപക്ഷത്തേക്ക് നേരെ മറിയാനും ഈ മലപ്പുറം അടക്കമുള്ള പല സ്ഥലങ്ങളിലെ നിയമസഭ ഉണ്ട്. ഇപ്പം നിലമ്പൂർ, ഇപ്പം PV അൻവർ ജയിക്കുന്ന മണ്ഡലം, താനൂർ, അങ്ങനെ പല സീറ്റിലും ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് അവർ വളർന്നത് ഇത്തരം ഒരു മുസ്ലിം വോട്ടുകളിൽ ആകർഷിക്കാൻ അവർക്ക് കഴിഞ്ഞതിൻ്റെ ഒരു പശ്ചാത്തലം കൂടിയാണ്. മലബാർ മേഖലയിൽ ഏതാണ്ട് കോഴിക്കോട് ഉൾപ്പെടെ പല ജില്ലകളിലും കോൺഗ്രസ് ഇല്ല എന്ന് തന്നെ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ജയിക്കാൻ തന്നെ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഇത്തരം വോട്ടുകൾ കൂടി സമാഹരിച്ച് ഇടതുപക്ഷം നൽകുന്ന മുന്നേറ്റമാണ്. അവിടെയെല്ലാം ഇടതുപക്ഷത്തെ ഈ മുസ്ലിം ജനവിഭാഗം അടക്കം ക്രിസ്ത്യൻ വോട്ടുകളടക്കം അവർ പ്രതീക്ഷയോടെ കണ്ടിരുന്നു. കാരണം ഇവർ BJPയിലേക്ക് പോകില്ല എന്നുള്ളത്. അപ്പോൾ ഈ നാഴികയ്ക്ക് 40 വട്ടം BJP വിരുദ്ധതയും BJPയെ കാണിച്ച് പേടിപ്പിക്കുകയും ചെയ്യുന്ന എങ്ങനെയാണ് ഇവർ BJP നേതാക്കളുമായി ചർച്ച നടത്തുന്നത്? ഇവരെങ്ങനെയാണ് BJP നേതാക്കളെ പോയി കാണുന്നത്? മുഖ്യമന്ത്രി തന്നെ പറയുകയാണ് ഞാനും പലതവണ ജാവദേക്കറെ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അതായത് ഇവർക്കിടയിൽ ഒരു സൗഹൃദം കൂടിയാണ് കൃത്യമായി തുറന്നു പറയുന്നത്. ഈ സൗഹൃദമെല്ലാം വെച്ചുകൊണ്ട് ഇവർ ഒരുമാതിരി നാടകത്തിൽ അഭിനയിക്കുന്ന പോലെ രംഗത്ത് വന്ന് മൈക്കിന് മുന്നിൽ വന്ന് ജനങ്ങളോട് ഇത്തരം വിരുദ്ധത പറയുകയും അതിനുശേഷം ഉള്ളിൽ പോയി കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന പണിയാണ് നടക്കുന്നത് എന്ന് ഒരുപക്ഷെ ജനം ചിന്തിച്ചാൽ അവരെ എങ്ങനെയാണ് കുറ്റം പറയാൻ കഴിയുക? EP ജയരാജൻ്റെ കാര്യം കുറച്ചുകൂടി അപ്പുറത്താണ്. കാരണം ദല്ലാൽ നന്ദകുമാറിനെ പോലെ എത്രയോ വർഷമായി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു വിവാദ നായകനായി നിൽക്കുന്ന ഒരാൾ ഡാറ്റാ സെൻറ്റർ അഴിമതിയുമായി ബന്ധപ്പെട്ട പിണറായി വിജയനെതിരെ ഒക്കെ വലിയ നീക്കങ്ങളൊക്കെ നടത്തുന്നതിലും അല്ലെങ്കിൽ പല അനധികൃത ഇടപാടുകളിലൊക്കെ ഇടനിലക്കാരനായാണ് ദല്ലാൽ നന്ദകുമാറിനെ കണ്ടത്. അങ്ങനെ ഒരാളുമായിട്ട് എങ്ങനെയാണ് EP ജയരാജൻ കൂട്ടുകൂടുന്നത്? അങ്ങനെ ഒരാൾ വഴി എങ്ങനെയാണ്, അതായത് ഫലത്തിൽ ദല്ലാളിനെ കണ്ടു എന്നുള്ളത് ഒരു വലിയ പ്രശ്നം. അതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ പൊതുവെ ഇങ്ങനെ നടക്കാറുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് അതുവഴി ചില ഓപ്പറേഷൻസ് EP അപ്പുറത്തേക്ക് നടത്തുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് EP കഴിഞ്ഞ കുറേ കാലമായി പിണറായി വിജയനെ ഒന്ന് കൊട്ടുന്ന നിലയിലേക്ക് പല നിലപാടുകളും എടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ അതൃപ്തി പലപ്പോഴായി പുറത്തു വന്നതാണ്. പ്രത്യേകിച്ച് ഈ പാർട്ടി സെക്രട്ടറി ആകാൻ കഴിഞ്ഞില്ല, പോളിറ്റ് ബ്യൂറോ, തൻ്റെ ജൂനിയേഴ്സ് ആയിട്ടുള്ള പലരും പോളിറ്റ് ബ്യൂറോയിൽ എത്തുന്ന സാഹചര്യം, ഇതിലെല്ലാം കടുത്ത അതൃപ്തി EP ജയരാജൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ BJPയിലേക്ക് പോകാൻ ഒരു നീക്കം അദ്ദേഹം നടത്തി എന്ന് പറയുന്നതിനെ ജനം
വിശ്വാസത്തോടെ കാണും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഭാവിയിൽ ഇനി നിങ്ങൾ എന്ത് വെച്ച് ബി ജെ പി വിരുദ്ധത പറയും. ഇവിടെ ചെറിയ ചെറിയ നേതാക്കൾ കേരളത്തിൽ ആരെങ്കിലുമൊക്കെ ബി ജെ പിയിലേക്ക് പോയി കോൺഗ്രസിൽ നിന്ന് എന്നുള്ളതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തിൻ്റെ LDF കൺവീനർ തന്നെ ബി ജെ പിയിലേക്ക് പോകാനും ഗവർണർ സ്ഥാനം ഉറപ്പിക്കാനുമുള്ള ചർച്ചയൊക്കെ നടത്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദീർഘകാലത്തേക്ക്, അതായത് കേരളത്തിലെ ഏറ്റവും വലിയ വിപ്ലവ നക്ഷത്രങ്ങളിൽ ഒരാളായി ജീവിക്കുന്ന രക്തസാക്ഷിയായി അവതരിപ്പിച്ചിരുന്ന EP ജയരാജനാണ് ബി ജെ പിയുമായി ചർച്ച നടത്തി എന്ന് പറയുന്നത്. അത് വിശ്വസിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് മുഖ്യമന്ത്രിയുടെ അടക്കം കമൻറ്റിലൂടെ ഫലത്തിൽ പുറത്തു വരുന്നൊരു സാഹചര്യവുമുണ്ട്. എന്തായാലും ഭാവിയിലേക്ക് ഇനി ബി ജെ പി വിരുദ്ധത വല്ലാതെ തിളപ്പിക്കാൻ CPM-ന് കഴിയില്ല. ആ ക്രെഡിബിലിറ്റി CPM-ൻ്റെതും നഷ്ടപ്പെട്ടു ഈ വിവാദത്തോടെ എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കമൻറ്റുകൾ ഇടുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റ് സുഹൃത്തുക്കൾക്ക് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.